ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നു. തിരുവനന്തപുരം മുട്ടടയിലെ UDF സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിന് മത്സരിക്കാം. വൈഷ്ണയുടെ പേര് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിറക്കി. ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ഡാൻ, നമ്മളേറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു വാർത്തയായിരുന്നു ഇത്. UDFന് വിജയം, വൈഷ്ണയ്ക്ക് വിജയം, സ്ഥാനാർത്ഥിയാകുക തന്നെ ഒരു വിജയമാവുന്നതാണ് ഇപ്പോഴത്തെ കാഴ്ച. എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവിലുള്ള വിശദാംശങ്ങൾ? വൈഷ്ണയ്ക്ക് ഈ ഒരു ഘട്ടത്തിൽ ഏറ്റവും അനുകൂലമായി മാറിയത് ഈ നഗരസഭയിലെ നഗരസഭാ പരിധിയിലെ മറ്റൊരു വാർഡുകളിലും ഈ വൈഷ്ണയുടെ പേര് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നില്ല. മാത്രവുമല്ല 2020 ഇതേ വിലാസത്തിൽ നിന്ന് തന്നെയാണ് വൈഷ്ണ വോട്ട് രേഖപ്പെടുത്തിയത്. മാത്രവുമല്ല തന്റെ കൈവശമുള്ള തിരിച്ചറിയൽ രേഖകളിലെല്ലാം കൃത്യമായി ഇതേ വിലാസത്തിൽ ഇപ്പോൾ വ്യാജമെന്ന് ഈ സുധീഷ് കുമാർ ആരോപിച്ച ഇതേ വിലാസത്തിൽ നിന്ന് തന്നെയാണ് തിരിച്ചറിയൽ രേഖകളുടെ എല്ലാം വിലാസം നൽകിയിരിക്കുന്നത്. ഇതടക്കമുള്ള കാര്യങ്ങളാണ് തന്റെ ഭാഗത്തെ പോസിറ്റീവ് ഘടകങ്ങളായി കഴിഞ്ഞ ദിവസം അടക്കം വൈഷ്ണ സുരേഷ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചത്. കോൺഗ്രസിന്റെ അഭിഭാഷകരും ഇക്കാര്യങ്ങൾ തന്നെയാണ് കമ്മീഷന് മുമ്പിൽ വ്യക്തമാക്കിയത്. അത് മുഖവിലേക്ക് എടുത്തുകൊണ്ടാണ് 24 ഒരു യുവതിക്ക് ഇങ്ങനെയൊരു സാങ്കേതികത്വം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരിക്കലും തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ മത്സരിക്കാനുള്ള അവസരം നിഷേധിക്കപ്പെടരുത് എന്നൊരു നിലപാട് സ്വീകരിച്ചത്. അത് ശരിവെച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് നിർണായകമായ ഒരു തീരുമാനമുണ്ടാകുന്നത്. വിശദാംശങ്ങളിലേക്ക് നമുക്ക് വരാം. പെട്ടെന്ന് തന്നെ ഒരു പ്രതികരണം. അത് തിരുവനന്തപുരത്ത് കവടിയാറിൽ മത്സരിക്കുന്ന UDFന്റെ സ്ഥാനാർത്ഥിയും കോൺഗ്രസ് നേതാവുമായ KS ശബരിനാഥന്റേതാണ്. ശബരി, ഇത് വൈഷ്ണയ്ക്ക് അനുകൂലമായ ഒരു ഉത്തരവ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. ഒരു പ്രധാനപ്പെട്ട കോടതി ഇടപെടലിലൂടെയാണ് ഇത് നടക്കുന്നത് എന്നതുകൂടി ശ്രദ്ധേയമാണ്. ശ്രീ ശബരിനാഥൻ, കേൾക്കാമോ? തിരുവനന്തപുരം മുട്ടടയിലെ UDF സ്ഥാനാർത്ഥിയാണ് 24-കാരിയായ വൈഷ്ണ സുരേഷ്. വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വം ഏറ്റവും ആദ്യം തന്നെ കോൺഗ്രസ് പ്രഖ്യാപിച്ചിരുന്നു. സ്ഥാനാർത്ഥി പട്ടികയിലെ ഏറ്റവും പ്രായം കുറഞ്ഞയാൾ, വളരെ ആക്റ്റീവായി പ്രവർത്തിക്കുന്ന ഒരാൾ. അങ്ങനെ സജീവമായി പ്രവർത്തനം തുടങ്ങിയ ശേഷമാണ് ഇങ്ങനെയൊരു ആരോപണം വരുന്നതും ആ നിലയ്ക്ക് വൈഷ്ണയ്ക്ക് ഒരു തിരിച്ചടി ഉണ്ടാവുന്നു. പക്ഷെ അവർ വളരെ ശുഭാപ്തി വിശ്വാസത്തോടെ തന്നെയാണ് ഓരോ ഘട്ടത്തിലും പറഞ്ഞിരുന്നത്. ഡാൻ കുര്യൻ തുടരുന്നുണ്ട്. ഡാൻ, ഏറ്റവും ആദ്യം പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥിത്വങ്ങളിൽ ഒന്നായിരുന്നു. വളരെ ആത്മവിശ്വാസത്തോടെയാണ് വൈഷ്ണ ആദ്യ ദിവസങ്ങളിൽ ഇറങ്ങിയതും. അപ്പോഴാണ് ഇങ്ങനൊരു തിരിച്ചടി ഉണ്ടായിരുന്നത്. UDF ആദ്യഘട്ടം മുതൽ തന്നെ ഇങ്ങനൊരു പരാതി വരുന്നു, ഇതൊരു പ്രശ്നത്തിലാവുന്നു. അപ്പോഴും ആത്മവിശ്വാസത്തിലായിരുന്നു. തീർച്ചയായിട്ടും. അതായത് കോൺഗ്രസ് ക്യാമ്പിന്, പ്രത്യേകിച്ച് UDFന് ഇത് നൽകുന്ന ആത്മവിശ്വാസവും ആവേശവും ചെറുതാകില്ല. കാരണം വൈഷ്ണ സുരേഷിന്റെ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ അത് വലിയ തരത്തിലുള്ള ഒരു ആശയക്കുഴപ്പത്തിനും നിരാശയ്ക്കുമൊക്കെ കോൺഗ്രസ് ക്യാമ്പിൽ വഴിവെക്കുമായിരുന്നു. എന്തായാലും അത്തരമൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നതിൽ ആശ്വസിക്കാമെന്നതാണ് ഒരു കാര്യം. രണ്ടാമതൊന്ന്, ആദ്യം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഒരു മേൽക്കൈ നേടാൻ കഴിഞ്ഞിട്ടുണ്ട് തങ്ങൾക്കെന്ന വലിയൊരു പ്രതീക്ഷയിലായിരുന്നു, അങ്ങനെ ഒരു വിലയിരുത്തലായിരുന്നു കോൺഗ്രസ്. മുതിർന്ന നേതാവ് കെ മുരളീധരൻ തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. അതിനിടയിൽ വളരെ അപ്രതീക്ഷിതമായാണ് വൈഷ്ണ സുരേഷിന്റെ സ്ഥാനാർത്ഥിത്വം ചോദ്യം ചെയ്തുകൊണ്ട് വ്യാജമായി വോട്ടർ പട്ടികയിൽ പേര് തിരികെ കയറ്റുകയായിരുന്നു എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് സുധീർ കുമാർ എന്നയാൾ പരാതിയുമായി രംഗത്തെത്തിയത്. അത് അപ്രതീക്ഷിതമായി വലിയൊരു നിരാശയാണ് കോൺഗ്രസ് ക്യാമ്പിൽ ഉണ്ടാക്കിയത്. മാത്രവുമല്ല, ഏതെങ്കിലും തരത്തിൽ തിരിച്ചടി നേരിട്ടിരുന്നെങ്കിൽ പകരക്കാരനായി ആരെ വെക്കും, ആ വാർഡിൽ പകരക്കാരനായി ഏത് യുവമുഖമുള്ള കാര്യങ്ങളായിരുന്നു കോൺഗ്രസ് ക്യാമ്പിൽ വലിയ തരത്തിൽ ആശങ്കയ്ക്ക് വഴിവെച്ചത്. എന്നാൽ അതിലൊക്കെ ആ ആശങ്ക ഇപ്പോൾ ആശ്വാസത്തിന് വഴിമാറിയിരിക്കുന്നു. ഇനി തീപാറുന്ന ഒരു പ്രചാരണത്തിന് മുട്ടട വാർഡ് സാക്ഷ്യം വഹിക്കും. മുതിർന്ന ഇത്രയധികം വാർത്താ പ്രാധാന്യം മാധ്യമ ശ്രദ്ധ ലഭിച്ച ഒരു പ്രശ്നമാണിത്. അവിടെ കോഴിക്കോട് നിന്ന് ഒരു വശത്ത് തിരിച്ചടി നേരിട്ടപ്പോൾ മറുവശത്ത് മുട്ടടയിലെ ഈ വൈഷ്ണ സുരേഷിന്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കപ്പെട്ട സാഹചര്യത്തിൽ അതിലൂടെ ആ ക്ഷീണം മറികടക്കാനുള്ള ഒരു ശ്രമം കോൺഗ്രസ് ക്യാമ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. വൈഷ്ണയ്ക്ക് വോട്ട് തേടി, പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയായ വൈഷ്ണയ്ക്ക് വോട്ട് തേടി പ്രായമേറിയ മുതിർന്ന
നേതാക്കൾ അടക്കം അവിടെ പ്രചാരണത്തിന് വരും ദിവസങ്ങളിൽ എത്തും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ വൈഷ്ണവ് സുരേഷ് കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ഈ ഹിയറിംഗിന് പോയതിനു ശേഷം തന്നെ പ്രചാരണ രംഗത്ത് സജീവമായിരുന്നു. ആ സജീവത വരും ദിവസങ്ങളിൽ കൂടുതൽ തീവ്രമായി തന്നെ വോട്ടർമാരിലേക്ക് എത്താൻ പരമാവധി വോട്ട് ഉറപ്പിക്കാനുള്ള ഒരു നീക്കം വൈഷ്ണയുടെയും കോൺഗ്രസ് ക്യാമ്പിന്റെയും ഒക്കെ ഭാഗത്തു നിന്നുണ്ടാകും. അല്പസമയത്തിനകം വൈഷ്ണവ് സുരേഷിന്റെ പ്രതികരണം കൂടി നമുക്ക് ലഭിക്കും. കഴിഞ്ഞ ദിവസം അനുകൂലമായൊരു തീരുമാനം ഉണ്ടാകും എന്ന പ്രതീക്ഷ വൈഷ്ണയും വെച്ചിരുന്നു. അതിന് പ്രധാന കാരണമായി എടുത്തു പറഞ്ഞത് ഇത് ആദ്യമായാണ് കോടതിയുടെ പരാമർശം വന്നതുകൊണ്ടാണ് തങ്ങളുടെ ഭാഗം കൃത്യമായി ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പൂർണ്ണമായി ഏതാണ്ട് 2.25 മണിക്കൂറോളം നീണ്ട ഹിയറിംഗിനിടയിൽ വിശദമായി തന്നെ പറഞ്ഞു കേൾപ്പിക്കാൻ അതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണെന്ന് തോന്നുന്നു. കോടതിയുടെ അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരു പക്ഷേ വൈഷ്ണയ്ക്ക് വോട്ടർ പട്ടികയിൽ ഇല്ലാതെ വൈഷ്ണ പോകുമായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ. അതൊരു സ്ഥാനാർത്ഥിയാകട്ടെ ഒരു വോട്ടറാകട്ടെ ഇങ്ങനെ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായ പരാമർശം ഏറ്റവും ശ്രദ്ധേയമായിരുന്നു. നിങ്ങളുടെ ഏതെങ്കിലും രാഷ്ട്രീയ വിരോധം കൊണ്ട് ഇങ്ങനെ ചെറുപ്പക്കാരിയായ ഒരു സ്ഥാനാർത്ഥിക്ക് മത്സരിക്കാനാവാതെ പോവുകയോ വോട്ടർ പട്ടികയിൽ ഇല്ലാതെ പോവുകയോ ചെയ്യാൻ പാടില്ല, അതുകൊണ്ട് ഇക്കാര്യം വിശദമായി കേൾക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് തിരിച്ച് കോടതിക്ക് പറയേണ്ടി വന്നു. അതൊരു പക്ഷേ കൂടുതൽ ആളുകൾക്ക് ഒരു പ്രചോദനമാവുകയും തങ്ങളുടെ പേര് വോട്ടർ പട്ടികയിൽ ഇല്ലെങ്കിൽ കോടതിയെ സമീപിക്കാനുള്ള ഒരു പ്രചോദനം കോടതിയുടെ ഭാഗത്തു നിന്ന് ന്യായമുണ്ടാകും എന്നൊരു പ്രചോദനം കൂടി ആവുന്നില്ലേ? തീർച്ചയായിട്ടും. അതായത് രാഷ്ട്രീയ പ്രേരിതമായ ഒരു ആരോപണമാണ് തനിക്കെതിരെ ഉണ്ടായത് എന്നാണ് തുടക്കം മുതൽ വൈഷ്ണവ് സുരേഷും അതോടൊപ്പം തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകിയ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ പ്രചാരണത്തിന് നേതൃത്വം നൽകിയ കോൺഗ്രസ് നേതാക്കന്മാർ മുഴുവൻ ബാധിച്ചുകൊണ്ടിരുന്നത്. അത് ഏറെക്കുറെ ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ നടപടി എന്ന സ്വാഭാവികമായ പ്രതികരണം കോൺഗ്രസ് നേതാക്കളുടെയൊക്കെ ഭാഗത്തു നിന്നുണ്ടാകും. പക്ഷേ ഈ ഒരു സംഭവം ഉണ്ടാക്കാൻ പോകുന്ന ഒരു വെല്ലുവിളി ഇതല്ല. ഏതെങ്കിലും തരത്തിൽ അവിടെ തെരഞ്ഞെടുപ്പിൽ വൈഷ്ണയ്ക്ക് വിജയിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ അല്ലെങ്കിൽ ഇതിന്റെ തുടർ നടപടികളുടെ ഭാഗമായി ഈ പരാതിക്കാരൻ മേൽക്കോടതിയെ സമീപിക്കാനുള്ള സാധ്യത നിലനിൽക്കുകയാണ്. അത്തരത്തിലൊരു നീക്കം CPM-ന്റെ പിന്തുണയോടെ ഈ സുധീഷ് കുമാർ നടത്തുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനമാകും ഈ വിഷയത്തിൽ അന്തിമം എന്ന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി അറിയിച്ചിരുന്നു. പക്ഷേ പരാതിക്കാരന് ഇനി അതുമായി ബന്ധപ്പെട്ട തുടർ നിയമ നടപടികളിലേക്ക് പോകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. കാരണം കഴിഞ്ഞ ദിവസം ഈ ഹിയറിംഗിന് ശേഷവും താൻ പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണ്. വീഴ്ച സംഭവിച്ചത് ഉദ്യോഗസ്ഥർക്കാണ്, അത് ആരാണ് എന്നതിന് താൻ ഉത്തരവാദിയല്ല. പക്ഷേ പരാതിയിൽ താൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്നായിരുന്നു ഈ പരാതിക്കാരനായ സുധീഷ് കുമാർ വ്യക്തമാക്കി. അതിനപ്പുറത്തേക്ക് ഇതിൽ രാഷ്ട്രീയം കലർത്തേണ്ടതില്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടം കൊണ്ട് അദ്ദേഹം ഈ പോരാട്ടം അവസാനിപ്പിക്കുമോ അതോ നടപടികളിലേക്ക് പോകുമോ എന്നതും ഒരു കാര്യമായി തന്നെ അവിടെ അവശേഷിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ് വന്നിരിക്കുന്നു. വൈഷ്ണവ് സുരേഷിന്റെ പേര് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തണം എന്ന നിർദ്ദേശവുമായി ഇതേ ദിവസം തന്നെയാണ് കോടതിയിൽ നിന്ന് വലിയ രീതിയിലുള്ള വിമർശനം UDF മേയർ സ്ഥാനാർത്ഥിയായി കോഴിക്കോട്ട് നിശ്ചയിച്ച VM വിനുവിനെതിരെ കോടതിയിൽ നിന്നുണ്ടായത്. അത് ഒരുപക്ഷെ വൈഷ്ണവ് കോടതിയിൽ പോയതും അവിടെ നിന്ന് അനുകൂലമായൊരു വിധി അല്ലെങ്കിൽ അനുകൂലമായൊരു പരാമർശം കിട്ടിയതുമൊക്കെയാണ് VM വിനുവിനെയും കോടതിയിലേക്ക് എത്തിച്ചതെങ്കിൽ അവിടെ കനത്ത തിരിച്ചടിയാണ് നേരിട്ടത്. ഡാൻ, അതും ഒരു വിരോധാഭാസമാണ്. വൈഷ്ണയ്ക്ക് അനുകൂലമായി കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായ ഇടപെടൽ, അതിനു പകരം VM വിനുവിന്റെ കാര്യത്തിൽ ഒരു പൗരന്റെ ഉത്തരവാദിത്വം കാണിച്ചില്ല എന്നൊരു രൂക്ഷമായ വിമർശനം കൂടി നേരിടേണ്ടി വന്ന ദിവസമല്ലേ ഇത്? ഞാൻ അത് തന്നെയാണ് ആദ്യം എടുത്ത് സൂചിപ്പിച്ചത്. അതായത് ഈ വൈഷ്ണവ് സ്വദേശിന് അനുകൂലമായി മാറിയത് 2020 ഇതേ വിലാസത്തിൽ നിന്നുകൊണ്ടാണ് വൈഷ്ണവ് സുരേഷ് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തതും അതോടൊപ്പം വോട്ട് ചെയ്തതുമെല്ലാം. അതോടൊപ്പം കൈവശമുള്ള ആധാർ ഉൾപ്പെടെയുള്ള എല്ലാ തിരിച്ചറിയൽ രേഖകളിലും വിലാസമായി നൽകിയിരിക്കുന്നത് ഇപ്പോൾ നൽകിയിരിക്കുന്ന അല്ലെങ്കിൽ ഈ പരാതിക്കാരൻ ഉന്നയിക്കുന്ന അതേ അഡ്രസ് തന്നെയാണ്. അതാണ് വൈഷ്ണയ്ക്ക് അനുകൂലമായി മാറിയത് എന്ന് വേണം പറയാൻ. അതേസമയം ബിനുവിനവിടെ തിരിച്ചറിയായി മാറിയത് വോട്ടർ പട്ടികയിൽ പേരേ ഉണ്ടായിരുന്നില്ല എങ്ങും എന്നതാണ്. എന്തായാലും ഒരു വിരോധാഭാസം എന്ന പ്രത്യക്ഷത്തിൽ നമുക്ക് പറയാമെങ്കിലും ഒരു ഭാഗത്ത് വലിയ തരത്തിൽ പ്രചാരണ രംഗത്ത് സംസ്ഥാന തലത്തിൽ തന്നെ UDF-നെതിരെ ഒരു ക്യാമ്പയിനാക്കി വിനുവിന്റെ ഈ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നിഷേധിക്കപ്പെട്ട സാഹചര്യം അല്ലെ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ വിമർശനങ്ങളൊക്കെ ചർച്ചയായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. അതേ ഭാഗത്ത് തന്നെയാണ് മുട്ടടയിൽ UDF സ്ഥാനാർത്ഥിയായ വൈഷ്ണവ് സുരേഷിന് അനുകൂലമായ ഒരു തീരുമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. UDF-ഉം വലിയ തരത്തിൽ രാഷ്ട്രീയ പ്രചാരണ വിഷയമാക്കി മാറ്റുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അങ്ങനെയെങ്കിൽ തീപാറുന്ന പ്രചാരണത്തിനായിരിക്കും മുട്ടടയടക്കം അടുത്ത ദിവസം. നിലവിൽ LDF-ന്റെ സിറ്റിംഗ് വാർഡാണ്. അവിടെ അടക്കം തീപാറുന്ന പ്രചാരണത്തിന് വരും ദിവസങ്ങൾ വേദിയാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.
ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മുട്ടടയിലെ UDF സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച വൈഷ്ണ സുരേഷ് തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി പട്ടികയിൽ UDFിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥികളിൽ ഒരാളായിരുന്നു വൈഷ്ണ. KSU നേതാവാണ്. വൈഷ്ണ വളരെ സജീവമായി ഈ പ്രചരണ രംഗത്തേക്ക് ഇറങ്ങിയ ശേഷമായിരുന്നു ഇങ്ങനെ ഒരു ആരോപണം. അവിടെ അനധികൃതമായാണ് അവിടെ വോട്ടർ പട്ടികയിൽ വൈഷ്ണയുടെ പേരുള്ളത്, അവിടെ താമസമില്ല, ആ രീതിയിലൊക്കെയായിരുന്നു ആരോപണങ്ങൾ. അതിനെതിരെയാണ് വൈഷ്ണ കോടതിയെ സമീപിച്ചത്. പാർട്ടിയും വൈഷ്ണയും കോടതിയിൽ പോയപ്പോൾ അനുകൂലമായൊരു പരാമർശമാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. വൈഷ്ണയെ പോലൊരു യുവ വോട്ടറെ വോട്ട് ചെയ്യാൻ അനുവദിക്കാതിരിക്കുന്നത് ശരിയല്ല, അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയാകാതിരിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദമായി തന്നെ ഇക്കാര്യങ്ങൾ കേൾക്കണം, വൈഷ്ണയുടെ ഭാഗം കേൾക്കണം എന്നതായിരുന്നു കോടതിയുടെ നിർദ്ദേശം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന് പ്രകാരം വളരെ വിശദമായൊരു ഹിയറിംഗ് തന്നെ നടത്തുകയും വൈഷ്ണയ്ക്ക് പറയാനുള്ളതെല്ലാം കേൾക്കുകയും ചെയ്തു. അതിലാണ് ഇപ്പോൾ തീരുമാനം വന്നിരിക്കുന്നത്. മുട്ടടയിൽ UDF സ്ഥാനാർത്ഥിയായി വൈഷ്ണ സുരേഷ് എന്ന 24-കാരി തന്നെ മത്സരിക്കും.